മലവെള്ളം കുത്തിയൊലിച്ചൊഴുകുന്ന ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ ഓരോ തവണ മുങ്ങി നിവഴുമ്പോഴും അയാളുടെ മനസ്സിലെ ചിന്ത ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിന് സബ്സ്ക്രിപ്ഷൻ കൂട്ടുക എന്നതായിരുന്നില്ല. പുഴയാഴങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്ന ഓരോ അവശിഷ്ടങ്ങളും കണ്ട് കരയിൽ കോരിത്തരിച്ച് കൈയടിക്കുന്ന ആരെയും പ്രീതിപ്പെടുത്താനും അയാൾ നിന്നില്ല. താൻ നടന്നു കാണിച്ച വഴിയെ പിന്നാലെ വന്ന രക്ഷകന്മാർ താരങ്ങളായപ്പോൾ ഒന്നും മിണ്ടാതെ അയാൾ കർണാടകയിലെ ഉൾഗ്രാമത്തിലെ തൻ്റെ വീട്ടിലിരുന്നു. കേരളമാകെ നെടുവീർപ്പിട്ട ഒരു രക്ഷാദൗത്യത്തിൽ തനിക്കൊരു ഭാഗമുണ്ടായി എന്ന ചാരിതാർത്ഥ്യത്തോടെ ഏറ്റവും ഒടുവിൽ ഏറെ സഹിച്ച് നേടിക്കൊടുത്തത് തന്നെ ഏറ്റവും വലിയ വേദനയായി. തട്ടിപ്പുകാരനായി, അവസരവാദിയായി, കള്ളനായി. എന്തിനാണ് ഈശ്വർ മാൽപ്പയെ നിങ്ങൾ ഏതോ ഒരു വിദൂര ദേശത്ത് നിന്ന് വന്ന ഏതോ ഒരു അന്യന് വേണ്ടി ഇത്രയധികം വിയർപ്പൊഴുക്കിയത്? ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളെ കുറ്റപ്പെടുത്താൻ കാത്തിരിക്കുന്ന മനുഷ്യർക്ക് അവസരമുണ്ടാക്കാനും ഈ കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് നിങ്ങളുടെ പരാജയം. ഒരു ജനതയുടെ ആകെ ഈശ്വരനായ ഒരു മനുഷ്യൻ. പ്രതികൂല കാലാവസ്ഥയിൽ പുഴയിലും കടലിലുമൊക്കെ ജീവന് വേണ്ടി പിടഞ്ഞ ഒരുപാട് മനുഷ്യർക്ക് നേരെ ഈശ്വർ മാൽപ്പെ എന്ന കർണാടകയുടെ സ്വന്തം അക്വാമാൻ്റെ കരങ്ങൾ നീണ്ടിട്ടുണ്ട്. അവരിൽ പലരെയും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. ആഴങ്ങളിൽ എന്നേക്കുമായി മറഞ്ഞിരുന്ന ശരീരങ്ങൾ അയാൾ മുങ്ങാങ്കുഴിയിട്ട് വീണ്ടെടുത്തു. ഉറ്റവരെ ഒരു നോക്കുപോലും കാണാതെ വിട ചൊല്ലാൻ വിധിക്കപ്പെട്ട ഒരുപാട് മനുഷ്യർക്ക് അയാൾ സ്വാന്തനമായി. ഇക്കഴിഞ്ഞ ജൂലൈ 27-നാണ് ഈശ്വർ മാൽപ്പെ അർജുന് വേണ്ടി ഗംഗാവലിപ്പുഴയിൽ ആദ്യമായി ഇറങ്ങുന്നത്. അന്ന് പുഴയുടെ അടിയൊഴുക്ക് 6 നോട്ട്സിന് മുകളിലായിരുന്നു. മലയിടിഞ്ഞ് കരുണയില്ലാതെ കലങ്ങിമറിഞ്ഞൊഴുകുന്ന ഗംഗാവലിപ്പുഴ പല പ്രതിബന്ധങ്ങൾ അയാൾക്ക് മുന്നിൽ വെച്ചു. സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിനിടെ മരണത്തെ മുഖാമുഖം കണ്ടു. ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമായ ഘട്ടത്തിൽ താൻ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടേയില്ലാത്ത അർജുൻ എന്ന മലയാളിക്ക് വേണ്ടി അയാൾ കോഴിക്കോട് കർണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലേക്ക് നടന്നു കയറി വന്നു. വികാരനിർഭരമായ ആ കൂടിക്കാഴ്ചയിൽ മകനെ കാണാതായ വേദനയിൽ കഴിയുന്ന അർജുൻ്റെ അമ്മയ്ക്ക് അർജുനെ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും താൻ കണ്ടെത്തിയിരിക്കും എന്നൊരു വാക്ക് കൊടുത്തു. കോഴിക്കോട് നിന്ന് വീണ്ടും ശിരൂരിലെത്തി 2ാം ഘട്ട രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. പുഴയോരത്ത് ഹതാശരായി കാത്തിരിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ പതിയെ പതിയെ ഗംഗാവലിയും കരുണ കാണിച്ചു തുടങ്ങി. പുഴയിലെ ഒഴുക്കിൻ്റെ ശക്തി കുറയുന്നതിനനുസരിച്ച് അയാൾ പിന്നെയും ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങാങ്കുഴിയിട്ടു. പ്രതിഫലേച്ഛയില്ലാതെ താൻ ഇന്നുവരെ കണ്ടിട്ടേയില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി. താൻ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് സ്വജീവൻ പോലും പണയം വെച്ച് അയാൾ ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. തങ്ങളെല്ലാവരെയും മറികടന്നുകൊണ്ട് അയാൾ അങ്ങനെ ഹീറോയാകണ്ട എന്ന പലരുടെയും വാശി മാൽപ്പയെ പലവട്ടം തളർത്തി. എന്നിട്ടും തൻ്റെ കഴിവിൻ്റെ പരമാവധി അയാൾ അവിടെ സമർപ്പിച്ചു. സഹിച്ചും ക്ഷമിച്ചും നിന്ന ആ നാളുകൾ ശരിക്കും അദ്ദേഹത്തിന് ഒരു അഗ്നിപരീക്ഷയായിരുന്നു. അർജുനെ കാണാതാകുന്നതിന് വെറും 2 ദിവസങ്ങൾക്ക് മുൻപാണ് മാൽപ്പയുടെ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്. സ്വന്തം അമ്മയുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി മറ്റൊരമ്മയുടെ കണ്ണുനീര് തുടയ്ക്കാൻ പുറപ്പെട്ട ആ മനുഷ്യനാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ ക്രൂശിക്കപ്പെടുന്നത്. അർജുൻ്റെ കുടുംബത്തിൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് പിന്നിൽ എന്താണെന്നറിയില്ല. ആ ഒരു പ്രതികരണത്തിന് ശേഷവും മാൽപ്പെ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്കാരുടെയും ഒന്നും വേണ്ട, ആരും പരസ്പരം പോരടിക്കരുത്, ആരെയും ബന്ധപ്പെടുത്തി മതപരമായ വിദ്വേഷം പ്രചരിപ്പിക്കരുത്, അത് തെറ്റാണ്. കർണാടകയിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ജീവിതങ്ങൾക്ക് രക്ഷകനായ അയാളുടെ ലോകം ഒരുപക്ഷെ ചെറുതായിരിക്കും. പക്ഷേ ആ ഹൃദയവിശാലത എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എന്തായാലും ഇരുട്ട് മാറി പ്രകാശം പരക്കട്ടെ. ചെയ്ത കർമ്മങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലമുണ്ടാകും. ആ കാലത്തും ഏതെങ്കിലും ഒരു മനുഷ്യന് ജീവിതത്തിലേക്കുള്ള പാലമാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിലും വലിയ ദൈവാനുഗ്രഹം വേറൊന്നുമില്ല എന്ന് മാത്രം പറയട്ടെ.